സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആസാദിയുടെ റെക്കോർഡിംഗ് റൂമിൽ നമ്മുടെ ഗസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്. ഗസ്റ്റുമായിട്ട് ഒന്നിച്ച് ഉള്ള ഒരു നല്ല സെഷൻ. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താനദാസൻ ചിക്കു കുര്യാക്കോസിൻ്റെ മാതാപിതാക്കളാണ്. ചിക്കു കുര്യാക്കോസിനെ പ്രത്യേകിച്ച് മലയാള ക്രൈസ്തവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ പ്രായം കൊണ്ട് തന്നെ തൻ്റെ ശുശ്രൂഷയിൽ അനേകരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി ഒരു തലമുറയെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്ന കർത്താനദാസൻ ചിക്കു കുര്യാക്കോസിൻ്റെ മാതാപിതാക്കളാണ്. അവരുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഈ സെഷൻ വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വി വിറ്റ്നസിൻ്റെ ഈ ഒരു എപ്പിസോഡ് 2 പാർട്ടായിട്ട് കാണിക്കാനാണ്. കാരണം ചിക്കു കുര്യാക്കോസിൻ്റെ പപ്പയ്ക്കും മമ്മിക്കും 2 പേർക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അവരെ 2 പേരെയും ഒരു പാർട്ടായിട്ട് കാണിക്കുന്നതിലും ഒരു ബ്ലെസ്സിങ് 2 പാർട്ടായിട്ട് ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് കാണിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പ്രിയപ്പെട്ട കുര്യാക്കോസ് പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. ഒരു ആൾട്ടർ ബോയ് ആയിരുന്ന കുര്യാക്കോസ് പാസ്റ്റർ ജീവിതത്തിൽ വലിയ ചലഞ്ചസൊക്കെ നേരിട്ടാണ് വിശ്വാസ ജീവിതത്തിലേക്ക് ചുവടുകൾ വെച്ചത്. മാനസികമായിട്ട് ഉള്ള അസ്വസ്ഥതകൾ നേരിട്ട് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയൊക്കെ സഹായം തേടത്തക്കവണ്ണം അങ്ങനെ ഉള്ള മരുന്നുകൾ ഉപയോഗിക്കത്തക്കവണ്ണമൊക്കെ ജീവിതമായ സാഹചര്യത്തിൽ നിന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലും വിടുതൽ പ്രാപിച്ച് ഒരു പുതിയ വിശ്വാസപാതയിലൂടെ നടന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ സെഷൻ ഒരു വലിയ ബ്ലെസ്സിങ്ങിൻ്റെ കാരണമായി തീരുമെന്ന്. കുര്യാക്കോസ് പാസ്റ്ററും പ്രിയ മറിയമ്മയും ഞങ്ങളുടെ കൂടെ ആസാദിയുടെ ബോംബെ നമ്മുടെ റെക്കോർഡിംഗ് റൂമിലുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒന്നിച്ച് ചേർന്നിരുന്നൊരു ജീവിതാനുഭവം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതിൽ. നമ്മുടെ പ്രേക്ഷകർക്കൊരു പക്ഷേ ഈ കുടുംബത്തെ നല്ല പരിചയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ഒത്തിരി സ്നേഹിച്ച പ്രിയപ്പെട്ട ചിക്കു കുര്യാക്കോസിൻ്റെ പപ്പയും മമ്മിയുമാണ്. ചിക്കു കുര്യാക്കോസിൻ്റെ ആ പഴയ സാക്ഷ്യമൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് പാസ്റ്ററെ. പിന്നീട് ആ സാക്ഷ്യമാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു എമ്മയോറിസ് പാസ്റ്റർ ചർച്ചിലെങ്ങാണ്ട് പറഞ്ഞൊരു സാക്ഷ്യം, അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കി കളഞ്ഞൊരു സാക്ഷ്യമായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഞാൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു, കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റർ അമ്മാമി ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. അപ്പോൾ നമ്മൾ ജീവിതാനുഭവങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി അവർ നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തിയെങ്കിലും പാസ്റ്റർക്കും അമ്മാമിക്കും 2 പേർക്കും പറയാം നിങ്ങളുടെ ജനിച്ചു വളർന്ന സ്ഥലവും കുടുംബ പശ്ചാത്തലവും ഒക്കെ ഒന്ന് പറയാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവർക്ക് 2 പേർക്കും വലിയ സാക്ഷ്യമുള്ളത് കൊണ്ട് 2 എപ്പിസോഡായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യാമെന്നാണ്. അതായത് 2 പാർട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പാസ്റ്ററുടെ അനുഭവങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അടുത്ത ദിവസം അമ്മാമ്മയുടെ അനുഭവങ്ങൾ കേൾക്കും. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റർക്കൊന്ന് പരിചയപ്പെടുത്താം. ഈ സ്ഥലമൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ആൾട്ടർ ബോയ് ഒക്കെ ആയിരുന്നു അല്ലേ? അതൊക്കെ പ്രേക്ഷകർക്ക് കേൾക്കണം. അതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആസാദി ടി വിയിൽ കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട ഫിനി യോഹന്നാൻ പാസ്റ്ററോടൊരുമിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിലയേറിയ സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ബോംബെ പട്ടണത്തിൽ വന്ന് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാനും ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും സ്വർഗത്തിൽ ദൈവം കൃപ നൽകി. അതിനുശേഷമായി ഇപ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കിയ ഈ വിലയേറിയ സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ട് വെളിനാട് മാമ്പഴക്കരി എന്ന പ്രദേശത്താണ്. അവിടെ ഒരു ജ്ഞാനായ സാധാരണ കുടുംബത്തിൽ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി. 1959
മെയ് മാസം 26-ാം തീയതിയാണ് എൻ്റെ ജന്മദിനം. ഞങ്ങളുടെ 6 മക്കളായിരുന്നു. 6 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്തത് പെങ്ങളാണ്. എൻ്റെ ഇളയത് 3 സഹോദരന്മാർ, 1 സഹോദരിയും. ഇളയ സഹോദരൻ ചെറുപ്രായത്തിലെ മരണപ്പെടുവാനിടയായി. ബാക്കിയുള്ളവരെല്ലാവരും ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയാൽ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ എൻ്റെ ചെറുപ്രായം മുതൽ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്രായം മുതൽ, എനിക്ക് 13 വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങളുടെ ഇടവ പള്ളിയിലെ ഒരു ആൾട്ടർ ബോയ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അൾത്താര ബാലനായിട്ട് പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞങ്ങളുടെ ഇടവ പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനായിട്ട് എന്നെ നിയമിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് എൻ്റെ ബാല്യകാല പ്രായം അങ്ങനെയാകുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് ആണ് ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മക്കളിൽ രണ്ടാമനായിട്ടാണ് ഞാൻ ജനിച്ചു വരുവാനായിട്ട് ഇടയായത്. ചെറുപ്രായം മുതൽ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്നതുകൊണ്ട് ലോകപ്രകാരമുള്ള വലിയ ഒരു താഴ്ന്ന അവസ്ഥയിലേക്കൊന്നും പോകുവാൻ ഇടയാകാതെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവവചനം വായിക്കുന്നത് പോലെ ആ ഒരു നിലയിൽ അന്ന് ആയിരുന്ന സമൂഹത്തിൽ വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ഇടവ പള്ളിയുടെ തന്നെ ആഭിമുഖ്യത്തിലുള്ള ഒരു കൂട്ടായ്മ ഞങ്ങളുടെ വീടുള്ളതായിരിക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ഒരു പ്രാർത്ഥനായോഗം നടക്കുമായിരുന്നു. ആ പ്രാർത്ഥനായോഗത്തിൽ നിത്യവും ആദിയോടന്തം സംബന്ധിക്കുന്ന ഒരനുഭവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ദൈവവചനത്തോട് ഉള്ളതായ താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ആ ദൈവവചനത്തോടുള്ളതായിരിക്കുന്ന താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവവചനം കൂടുതലായിട്ട് ധ്യാനിക്കുവാനും വചനത്തിലുള്ളതായിരിക്കുന്ന കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ചെയ്തു പോരുമ്പോൾ ദൈവവചനം അനുസരിക്കണം, പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ബോധ്യവും അതിനുള്ള ഒരു താല്പര്യവും എൻ്റെ ജീവിതത്തിൽ ലഭിപ്പാൻ ഇടയായി. അങ്ങനെ മുമ്പോട്ട് വരുമ്പോഴാണ് 1987 ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായത്. ആ വിവാഹത്തിന് ശേഷം എനിക്ക് മാനസികമായിട്ടുള്ളൊരു പ്രയാസം ജീവിതത്തിൽ നേരിടുവാൻ ഇടയായി. ആ മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടായത് നിമിത്തം 3 സൈക്യാട്രി ഡോക്ടേഴ്സിൻ്റെ ചികിത്സയ്ക്ക് ഞാൻ വിധേയപ്പെടുവാനിടയായി. ഈ 3 പേരുടെ ചികിത്സയ്ക്ക് നാളുകളെടുത്ത് വിധേയപ്പെട്ടു എങ്കിലും എനിക്ക് യഥാർത്ഥമായ ഒരു സന്തോഷമോ സമാധാനമോ ഒരു ശാശ്വതമായ വിടുതലോ അവരുടെ ചികിത്സ മുഖാന്തരം ലഭിച്ചില്ല. അവരുടെ മെഡിസിൻ കഴിക്കുമ്പോൾ ഒരാശ്വാസം ലഭിക്കും, എന്നാൽ വീണ്ടും അത് നിർത്തി കഴിയുമ്പോൾ പിന്നെയും എൻ്റെ അവസ്ഥ ആദ്യത്തേതുപോലെ ആകുവാനിടയായിത്തീർന്നു. അങ്ങനെ ഉള്ളതായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഇടപെട്ടു. ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അന്ന് ഞങ്ങളായിരുന്ന സമൂഹത്തിൽ പെന്തക്കോസ്തിലെ പോലെയുള്ളതായിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയോ ഭക്ഷണം പൂർണ്ണമായി വെടിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥകളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ല, അങ്ങനെ ഒരു പരിചയവുമില്ല. എങ്കിലും കനനയ കാത്തലിക്കായിരുന്നു അതോ കാത്തലിക് അതോ യാക്കോബായോ? യാക്കോബ. എനിക്കൊന്ന് കനന കാത്തലിക്കും യാക്കോബയും രണ്ടും ഉണ്ടെന്ന്.
അപ്പോൾ ഈ മാനസികമായിട്ടുള്ളൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ പോലെ ആയിരുന്നോ? എന്തുവായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇല്ല, ഡിപ്രഷൻ പോലുള്ള. എന്തെടുത്താലും ഒരു നിരാശയാണ്. എന്ത് കിട്ടിയാലും എന്ത് കഴിച്ചാലും ഏതെല്ലാം വഴിയിൽ കൂടെ കടന്നു പോയാലും എനിക്ക് ഒരു സന്തോഷമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒരു പ്രേരണയുണ്ട്. അത് പക്ഷെ അങ്ങനെ ഉള്ള അനുഭവത്തെക്കുറിച്ചൊക്കെ അറിയാമോ? ഉപവാസമൊക്കെ ഉണ്ടെന്നുള്ളത്? ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നറിയാം. അറിയാം. പക്ഷേ ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു ഉപവാസവും പ്രാർത്ഥനയും അതുവരെ നോക്കിയിട്ടില്ല, എടുത്തിട്ടില്ല. എന്നാൽ ദൈവാത്മാവ് വേറെ ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ചിന്ത നൽകി. അതിനനുസരിച്ച് ഞങ്ങൾ വേറെ ആരുടെയും സഹായത്തിനോ വേറെ ആരെയും ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു കൈത്താങ്ങലിനോ ഒന്നും നോക്കാതെ ഞങ്ങൾ തന്നെ വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനിടയായി. ആ ഉപവാസവും പ്രാർത്ഥനയും എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുവാൻ ഇടയാകാതെ കർത്താവ് അന്ന് ശാശ്വതമായ വിടുതൽ തന്നു. അങ്ങനെ കർത്താവിനെ രുചിച്ചറിയുവാൻ ജീവിതത്തിൽ ആ ഒരു വിടുതലിൽ കൂടെ കർത്താവിനെ രുചിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കാനായിട്ടിടയായി. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ദൈവവചനത്തോടുള്ള ദാഹവും ദൈവവചനം അനുസരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ വാഞ്ചയും എൻ്റെ ഹൃദയത്തിനകത്ത് അനുദിനം വർദ്ധിച്ചു വരുവാനിടയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു വരുമാന മാർഗവും കൂടെയാണ് ഈ പള്ളിയിലെ ശുശ്രൂഷ. അത് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റ് അടിസ്ഥാനപരമായിരിക്കുന്ന വേറൊരു വരുമാനം ഇല്ല. അതുകൊണ്ട് അത് വിട്ടിട്ട് പോരുവാൻ അത് തന്നെ ഒരു വലിയ തടസ്സമായിരുന്നു. മാത്രമല്ല, ജനിച്ചു വളർന്നപ്പോൾ മുതൽ വളർന്നു വന്ന സാഹചര്യം അതിനകത്ത് തന്നെ ആയിരുന്നുകൊണ്ടും പള്ളിയോടും ആയിരിക്കുന്ന സമൂഹത്തോടുള്ളതായിരിക്കുന്ന കൂറും വിശ്വസ്തതയും ഒക്കെ അപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടും അത് വിട്ടുപോരാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ഈ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് പോരാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകം ഒരു ശക്തി തന്നു. അങ്ങനെ ധൈര്യത്തോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആ സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടുത്തലുകളും എതിർപ്പുകളും നിന്ദയും പരിഹാസവും സാമ്പത്തിക ഞെരുക്കവും ബുദ്ധിമുട്ടുകളും എല്ലാം ജീവിതത്തിൽ തുടരെ കടന്നു വരുവാൻ ഇടയായി. പക്ഷേ അവിടെ ഒന്നും പതറിപ്പോകാൻ ഇടയാകാതെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തി. ഓരോ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് പള്ളി വിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റാരുടെയും പോയി മുമ്പിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാനോ കടം വാങ്ങുവാനോ മറ്റുള്ളവരോട് ഞങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കുവാനോ ഒന്നും ഇടയാകാതെ കർത്താവ് ഞങ്ങളെ അനുദിനം നടത്തണം എന്ന് ദൈവത്തോട് വളരെ ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതാവശ്യം വന്നാലും ആ സന്ദർഭങ്ങളിലൊക്കെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതല്ലാതെ വേറെ ഒരു മനുഷ്യ മുഖത്തേക്കും നോക്കുവാൻ ഇടയായിട്ടില്ല. അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും വാസ്തവത്തിൽ ഇല്ല. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേദനകളുണ്ടായിട്ടുണ്ട്, ഞെരുക്കങ്ങളുണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ മനസ്സ് ക്ഷീണിക്കുവാനോ തകരുവാനോ ഭാരപ്പെടുവാനോ ഇടയാകാതെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി ഓരോ ദിവസവും നടത്തുവാനായിട്ടിടയായിത്തീർന്നു. ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു സാധാരണ ഒരു പൊത്തുവരുത്ത വിശ്വാസിയായിട്ടിരിക്കാനായിട്ട് ഇടയാകാതെ ആ ഇറങ്ങുന്നതിന് മുമ്പേ മുതൽ ഞാൻ സമുദായത്തിൽ തന്നെ ഒരു സുവിശേഷകനായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം സുവിശേഷകനായിരുന്നുകൊണ്ട് നിരന്തരമായി വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ വച്ച് തന്നെ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇങ്ങനെ തുടർന്നു പോരാനായിട്ട് ഇടയായി. അങ്ങനെ ബന്ധം തുടർന്നു പോരുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ബന്ധങ്ങളെല്ലാം അവിടെ വെച്ച് അവസാനിപ്പാൻ ഇടയായി തീർന്നു. എങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടില്ല, ഭാരപ്പെട്ടില്ല. അപ്പോഴും എനിക്ക് മനസ്സിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ജനിച്ചു വളർന്ന സ്ഥാനത്ത്
സഹപാഠികളുടെ നടുവിൽ, സ്നേഹിതരുടെ നടുവിൽ, ദേശക്കാരുടെ നടുവിൽ കർത്താവിൻ്റെ സാക്ഷിയാകണം. അവിടെ കർത്താവിൻ്റെ വേലയുണ്ടാകണം. അവിടെ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ആഗ്രഹം രഹസ്യമായിട്ട് എൻ്റെ മനസ്സിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ഞങ്ങളെ വീട്ടിൽ തന്നെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒരുമിച്ച് വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ദേശത്ത് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും പെന്തിക്കോസ്റ്റൽ കൂട്ടായ്മയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം വന്നിരുന്നോ? ആ സമയത്ത് ഞങ്ങൾ ഈ വിശ്വാസത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവിടെ വെളിയനാട്ടൊരു സഭയുണ്ടായിരുന്നു. വെളിയനാട്ട് സഭയിലെ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് സ്കറിയ ചാക്കോന്ന, അദ്ദേഹം എടത്വ സ്വദേശിയാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൻ്റെ പെരുന്നയിലുള്ള അന്ന് പെരുന്നയിലായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ ചെന്ന് വിയറ്റമ്പിച്ചാനുമായിട്ട് കാണുവാനും പരിചയപ്പെടുവാനും ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറയുവാനിടയായി. അങ്ങനെയാണ് ഒരു പെന്തക്കോസ്ത് സഭയുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായിത്തീർന്നത്. നമ്മൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയത് നമ്മൾ തന്നെ വേദപുസ്തകമൊക്കെ വായിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയിൽ മുന്നോട്ട് വരികയാണ് ചെയ്തത്. അതെ, പിന്നീടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വരുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വന്നു. അതിനകത്ത് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്. എന്നെ ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനും വേർപാട് ആചരിക്കാനുമൊക്കെ എനിക്ക് ധൈര്യം തന്നതും അതിന് പ്രേരിപ്പിച്ച ഒരു വേദഭാഗമാണ് 103-ാം സങ്കീർത്തനത്തിൻ്റെ 20-ഉം 21 വാക്യങ്ങളാണ് എന്നെ അതിന് ബലപ്പെടുത്തിയതും ഈ വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, യോഗങ്ങൾ കൂടുന്നു, കൂട്ടായ്മ യോഗങ്ങൾ നടത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ശരിയായിട്ട് ദൈവത്തെ ആരാധിക്കാൻ ഉള്ളൊരു യോഗ്യത എൻ്റെ ജീവിതത്തിലായില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു കുറ്റബോധം ഈ ദൈവവചനത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ ഉണ്ടാകാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവസന്നിധി തീരുമാനമെടുത്തു, എന്തു വന്നാലും ഈ കർത്താവിൻ്റെ വചനം അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പാപവഴികളെ വിട്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ഒരു അനുഭവം വേണം, കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളതായ ഒരു തീരുമാനം അവിടെ വെച്ച് തന്നെയാണ് എടുക്കാനായിട്ടിടയായത്. അങ്ങനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് വന്നു. 1990 പള്ളി വിട്ട് പോരുവാനിടയായി. പള്ളി വിട്ട് പോന്നു. അതിനുശേഷം വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അപ്പോഴും എൻ്റെ കൂടെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച്. അദ്ദേഹത്തിൻ്റെ പേര് KP രാജു എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ആ ദേശത്തൊക്കെ തന്നെ ചെയ്യുവാൻ ഇടയായി. ഭവനങ്ങൾ സന്ദർശിക്കുക, സുവിശേഷ പ്രതികൾ കൊടുക്കുക, ട്രാക്റ്റുകൾ കൊടുക്കുക, സുവിശേഷം പറയുവാൻ വാതിൽ തുറക്കുന്നിടത്തൊക്കെ സുവിശേഷം പറയുക, ഇങ്ങനെ ഒക്കെ ചെയ്തു പോരാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ഏരിയയിലും ആ പരിസര പ്രദേശങ്ങളിലൊക്കെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെയാണ് ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. ഇങ്ങനെ മുമ്പോട്ട് പോരുമ്പോൾ കർത്താവ് കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുവാനിടയായിത്തീർന്നു. തുടർന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കാനിടയായി. തുടർന്ന് ഡിപ്ലോമ ഇൻ തിയോളജി 2 വർഷം. കാരണം ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾ കുടുംബസ്ഥരായതുകൊണ്ടും കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും മറ്റൊരു സ്ഥലത്ത് പോയി പഠിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം ഈ പഠിത്തം നടക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ തന്നെ വേണം നടത്താനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് യാത്രക്കൂലി വേണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഞങ്ങളെ ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ് ഉള്ളത്. അത് വീക്കെൻഡിൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാം. അപ്പം ഈ വീക്കെൻഡിൽ വീട്ടിൽ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ കർത്താവിൻ്റെ വേല ചെയ്യും. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് കുട്ടനാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത്, പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ തുടർന്നു പോന്നു. അവിടെ ഇടദിവസങ്ങളിൽ ഞങ്ങൾ പോയി ഭവനങ്ങൾ സന്ദർശിക്കുകയും കൂട്ടായ്മ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ
അവിടെ ആദ്യമായിട്ട് ഒരു സഭ കൂടി വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അവിടെ ഒരു കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചയും സഭായോഗം ഒരു വീട്ടിൽ ആരംഭിക്കാനിടയായി. അങ്ങനെ അത് തുടർന്നു പോന്നു. അങ്ങനെ അത് തുടർന്നു പോന്നു. ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് അവിടെ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ദേവദാസൻ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഇടതുവശം ഒന്നാംകര എന്ന് പറയുന്ന സ്ഥലത്ത്, പള്ളിക്കൂട്ടുമ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് ഒരു 3 വിശ്വാസികളുണ്ടായിരുന്നു. അതൊരു വീട്ടിലായിരുന്നു ആ ആരാധന നടന്നുകൊണ്ട്. അപ്പോൾ അവിടെ ആ 3 പേരുടെ ഒരു പാസ്റ്ററായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ രാമങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യാനിടയായി. ഇതെല്ലാം കുട്ടനാടൻ ഏറിയ രാമങ്കേരിയും അല്ലേ? എല്ലാം കുട്ടനാടൻ ഏറിയ. പാസ്റ്റർ ജന്മസ്ഥലവും കുട്ടനാടിന്റെ ഭാഗം തന്നെ. അതെ, അതൊരു കേരി തന്നെയാണ്. അതെ, മാമ്പഴക്കേരി. ശരി. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 1987 വിവാഹം കഴിഞ്ഞു. 88 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഞങ്ങൾക്ക് മൂത്ത മകൻ ജനിക്കാനിടയായി, ചിക്കു കുറിയാക്കോസ്. അവൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് 2 മക്കളെ കൂടെ കർത്താവ് ദാനമായിട്ട് തന്നു. ഒരു മകളും ഒരു മകനും. മകൾ റിങ്കു കുറിയാക്കോസ്, മകളുടെ ഭർത്താവ് സ്റ്റീഫൻ ജോൺസൺ. അവർക്ക് 3 കുഞ്ഞുങ്ങൾ. അവരെ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. കുടുംബമായിട്ടൊരു കർത്താവിൻ്റെ വേലയിലാണ്. ഇളയ മകൻ രൂഫോസ്, അവനും വിവാഹം കഴിച്ചു. അവൻ്റെ ഭാര്യ ഒരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അവർ കുടുംബമായിട്ട് മുംബൈയിൽ താമസിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു തമ്പി ഇവിടെ ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് മുഴുവൻ സമയവും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞുണ്ട്, അവളുടെ പേര് ഒലിവെന്ന. അങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ മുഴു സമയവും ആകുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പം അങ്ങനെ മുന്നോട്ട് പോരുന്ന സന്ദർഭത്തിലാണ് മൂത്ത മകന് പഠനത്തിൽ ചെറുപ്പം മുതലേ അവൻ പാട്ട് പാടുന്നതിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ സമയം എന്ന് പറഞ്ഞാൽ വിശ്രമം കൂടാതെ പ്രവർത്തിക്കുന്ന ഒരനുഭവമായിരുന്നു. കാരണം വെളുപ്പിനെ 4 മണിയാകുമ്പോൾ ഞാൻ മെഗാഫോണുമായിട്ട് ആ ഏരിയയിലെല്ലാം പോയി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയും. അപ്പോൾ എൻ്റെ കൂടെ ഇവനും വരും ആ വെളുപ്പിനെ സമയത്ത്. അങ്ങനെ വരും. അതുപോലെ മറ്റ് പരസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോഴാണേലും എൻ്റെ കൂടെ വന്നൊരു പരിശീലനം ഉണ്ട്. അപ്പോൾ അവനറിയാവുന്ന രീതിയിൽ അന്നത്തെ ആ കൊച്ചു പ്രായത്തിൽ അറിയാവുന്ന രീതിയിൽ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരടിസ്ഥാനത്തിലാണ് അവൻ വളർന്നു വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തത്. അവൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആയിക്കഴിഞ്ഞപ്പോൾ 10-ാം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടാകാനിടയായി. അത് വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെയും കർത്താവ് ഒരു ദോഷവും തട്ടാതെ സൗഖ്യമാക്കി. 11-ാം ക്ലാസ്സിലോട്ട് കയറിയപ്പോഴാണ് ഒരു വയറിളക്കം ബാധിച്ചു. പല ആയുർവേദത്തിലും ഹോമിയോയിലും അലോപ്പതിയിലും എല്ലാം കൊണ്ടുപോയി ചികിത്സ ചെയ്തു. പക്ഷെ അവിടെയെങ്ങും മരുന്ന് കഴിക്കുമ്പോൾ ഒരു കുറവ് കിട്ടും, പിന്നെയും അതുപോലെ തന്നെ ഉണ്ടാകും. അങ്ങനെ വന്നു. ഞങ്ങൾ സഭയായിട്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് സൗഖ്യമുണ്ടാകാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷം +2-ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് കഴുത്തിലൊരു മുഴയുണ്ടായി. ആ മുഴ +2-ൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബയോപ്സി ചെയ്യുവാനിടയായി. ആ സന്ദർഭത്തിലാണ് ക്യാൻസറിൻ്റെ റിസൾട്ട് വരുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വേദപഠനം നടന്നു, സഭാശുശ്രൂഷയിൽ ആയി. അങ്ങനെ പള്ളിക്കൂട്ടുമയിൽ ഈ 3 പേര് ആയിരിക്കുമ്പോൾ അവരുടെ പാസ്റ്ററായിട്ടിരുന്നു കൊണ്ട് ബാക്കി ദിവസങ്ങളിലൊക്കെ രാമങ്കരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെ ന്യായമായിട്ടുള്ള നമ്മുടെ ആ കാലഘട്ടത്തിലെ ഒരു പെന്തിക്കോസ് കൂട്ടായ്മയ്ക്കുള്ള ഒരാളിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ന്യായമായിട്ട് ആർക്കും മാനസികമായിട്ടൊരു പ്രയാസം ഒരു ക്ഷീണം വരാത്ത നിലയിലുള്ള ഒരു കൂടിവരവിനെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഒരു കൂട്ടായ്മ, അവിടെ സഭ
ആരംഭിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അങ്ങനെയാണ് രാമങ്കരിയിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സഭ ഉണ്ടാകാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ 3 അച്ചായന്മാരാണ്. അവരെയും കൂടെ കൂട്ടി ഇവിടെ വന്ന് ഒരുമിച്ച് ആരംഭിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആ സഭ ഇന്നും അനുഗ്രഹകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആത്മീയവും ഭൗമികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്നും ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു ശുശ്രൂഷയുടെ അനുഭവം തുടങ്ങുവാൻ ഇടയായിത്തീർന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലങ്ങളെന്ന് പറയുമ്പോൾ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ, കാരണം മറക്കാനാകാത്ത വിധത്തിലുള്ളതായിരിക്കും ദൈവപ്രവൃത്തികൾ ആ കാലങ്ങളിൽ ദൈവം തന്നെ ചെയ്യുവാനായിട്ടിടയായി. അത് ഒത്തിരി സംഭവങ്ങളുണ്ടെങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. ഞങ്ങളെ രാവിലെ 10 മണിക്ക് പ്രാർത്ഥിച്ച് സഹായം തുടങ്ങിക്കഴിഞ്ഞാൽ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടാക്കും. അത് പാസ്റ്റർമാർ ചെന്ന് കൈവച്ചിട്ടോ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല. ഒരിക്കലെ ഒരു ചമ്പക്കുളം അലങ്കാർ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ചായൻ, ആ അച്ചായൻ ഇങ്ങനെ ആദ്യമായിട്ട് സഭായോഗത്തിനൊക്കെ വരാനായിട്ട് തുടങ്ങി. ഒരു ഞായറാഴ്ച അദ്ദേഹം ഇങ്ങനെ ഈ സഭായോഗത്തിനകത്ത് സാക്ഷ്യം പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അങ്ങനെ സാക്ഷ്യത്തിന് സമയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ അച്ചായൻ തന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ട് സർജറി ചെയ്യാൻ ഇരുന്ന ഒരു മുഴ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷേ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ശക്തി വന്നു. ആ മുഴ എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പിന്നീട് അവിടെ തപ്പി നോക്കി, പക്ഷേ എൻ്റെ ശരീരത്തിൽ ആ മുഴ ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറയുവാനായിട്ടിടയായി. അദ്ദേഹം പറയുമ്പോഴാണ് ഇങ്ങനൊരു അനുഭവം ദൈവം അതിന് നടുവിൽ ചെയ്തെടുത്തല്ലോ എന്ന് പറയുവാനായിട്ടിടയായിട്ടുണ്ട്. അതുപോലെ പല ദൂരസ്ഥലങ്ങളിൽ നിന്നും അനേകർ ഈ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൂടി വരുമായിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ ദുരാത്മബാധിതരെ സൗഖ്യം പ്രാപിക്കും, രോഗികളെ സൗഖ്യം പ്രാപിക്കും. ഞങ്ങളുടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചർച്ചിലെ സഹോദരനും സഭായോഗത്തിന് വരുമായിരുന്നു, കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിന് വരുമായിരുന്നു. എന്നാൽ സഹോദരി വരാൻ തുടങ്ങിയില്ല. ഒരിക്കൽ ഞങ്ങളെ ആത്മനിയോഗത്താൽ ആ ഭവനത്തിൽ ചെന്ന് ഈ സഹോദരിയെ സഭായോഗത്തിന് ക്ഷണിച്ചു. അപ്പോൾ ആ സഭായോഗത്തിന് ക്ഷണിച്ചു. ആദ്യമായിട്ട് ഈ സഹോദരി ആ സഭായോഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വർഷങ്ങളായിട്ടുള്ള ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു രോഗമായിരുന്നു ബ്ലീഡിങ്. അപ്പം അത് നിമിത്തം അവർ വളരെ ആരോഗ്യം നഷ്ടപ്പെട്ടു, വളരെ ക്ഷീണാവസ്ഥയിൽ ആയിരുന്നു. പക്ഷേ ആദ്യം ആ സഭായോഗത്തിൽ വന്നു. ആ സഭായോഗത്തിലെ ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ആ സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എടുത്തു പറയാനുണ്ട്. അപ്പോൾ ആ ദൈവം നമ്മളോട് കൂടെ ഇരുന്നു. ദൈവപ്രവൃത്തി ഉണ്ടായതുകൊണ്ടാണ് സഭ വളരാനിടയായി. അപ്പോൾ ദൈവപ്രവൃത്തി നടന്നാൽ നിശ്ചയമായിട്ടും സഭ വളരാനിടയായിത്തീരും. അപ്പം അങ്ങനെ ആണ് ഞങ്ങളെ ഈ കർത്താവിൻ്റെ വേലയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോരുവാൻ ഇടയായിത്തീർന്നത്. ഇങ്ങനെ മുന്നോട്ട് പോരുമ്പോൾ 97 ഞങ്ങളെ അവിടെ നിന്ന് ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആകാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ട്രാൻസ്ഫറായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. എല്ലായിടത്തും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, മുണ്ടക്കയത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, സാധാരണ ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ച ഉണ്ടല്ലോ, ആ വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വന്ന മിക്കവാറും ആളുകളെല്ലാവരും മടങ്ങിപ്പോയി. എന്നാൽ ഒരു 3-4 പേര് ഹോളിൻ്റെ വാതുക്കൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സഹോദരി വളരെ കണ്ണുനീരോടുകൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുവരെ അങ്ങനെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കണ്ണുനീരോടുകൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, എന്താണ് കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. കാര്യം ഇതായിരുന്നു, അവർക്ക് ഇതുപോലെ ഈ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രയാസം. അവിടെ അടുത്തുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടും അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല. പെട്ടെന്ന് ഞാനും അവിടെ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു, ഞാനും ആ അച്ചായനും ചേർന്ന്
ഈ സഹോദരിയെ ഹോളിനകത്ത് വിളിച്ച് ഞങ്ങൾ കൈവച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. കർത്താവ് അത്ഭുതകരമായ വിടുതൽ അന്ന് ആ സഹോദരിക്ക് നൽകാൻ ഇടയായി. ഇങ്ങനെ ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവപ്രവൃത്തികൾ കാണാനും അനുഭവിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യം തന്നു, കർത്താവ് സമാധാനം തന്നു, കർത്താവ് സന്തോഷം തന്നു. ഞങ്ങളുടെ ആത്മീയമായിട്ടും ഭൗമികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്നു. ഒത്തിരി വ്യസനകരമായ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിനകത്തൊന്നും തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് പരിപാലിച്ച് നടത്തി. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാൻ ഇല്ല. കാരണം ഞങ്ങൾക്ക് ലോകപ്രകാരമുള്ള മറ്റ് ഒന്നും ഞങ്ങൾക്കില്ലാതിരിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതും ദൈവം നിലനിർത്തിയതും ദൈവം പരിപാലിച്ചതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനായിട്ടില്ല. എന്നാൽ ചില വ്യക്തികളൊക്കെ ഞങ്ങൾക്ക് എടുത്തു പറയുവാനായിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ മോനുമായിട്ട് ക്യാൻസറായിട്ട് ലാസ്റ്റ് എറണാകുളത്തെ വെൽക്കെയർ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ അവിടെ എല്ലാ ദിവസവും വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കർത്താവിൽ പ്രസിദ്ധനായ അദ്ദേഹം ഒരു വലിയ പ്രസിദ്ധനായ പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തതയിലുള്ള ഒരു പാട്ടാണ്. അത് മറ്റാരുമല്ല, വി ജെ ട്രാവൻ. അപ്പം ആ വി ജെ ട്രാവൻ എന്ന് പറയുന്ന ആ ദൈവദാസൻ എല്ലാ ദിവസവും വന്ന് മുട്ടുകുത്തി ദീർഘസമയം എടുത്ത് പ്രാർത്ഥിച്ചിട്ടേ അദ്ദേഹം പോകത്തുള്ളായിരുന്നു. അതുപോലെ അത്രമാത്രം സ്നേഹത്തോടെയാണ് അദ്ദേഹം കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ഒക്കുന്ന ഒരു കാര്യം അല്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് കണ്ണുനീരോടെ അദ്ദേഹം വന്ന് വലിയ ശബ്ദം വെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ പറയുകയോ ഒന്നുമില്ല. വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അദ്ദേഹം വേദപുസ്തകം കട്ടിലിൽ വെച്ചിട്ട് അവിടോട്ട് മുട്ടുകുത്തുക, ഇരുന്ന് പ്രാർത്ഥിക്കാം. ആ ദീർഘസമയം എടുത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുമായിരുന്നു. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ഞങ്ങളെ കണ്ടുകൊണ്ടാണ് വളർന്നു വരുവാനായിട്ടിടയായിട്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് 3 പേർക്കും സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായി. സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം ഏത് ആത്മീയ പ്രോഗ്രാമുകളുണ്ടെങ്കിലും അതിനകത്തെല്ലാം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ടേ പോകത്തുള്ളായിരുന്നു. ആരെയും വീട്ടിൽ നിർത്തിയിട്ട് പോകത്തില്ല. ഇപ്പം ഒരു മാസയോഗം വന്നാലും മറ്റേത് നിലയിലുള്ള ആത്മീയമായിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ വന്നാലും ജനറൽ കൺവെൻഷൻ വന്നാലും അതുപോലെ യൂത്തിൻ്റെ പ്രോഗ്രാം വന്നാലും ഇങ്ങനെ ഏത് കാര്യങ്ങൾ വന്നാലും ഇതിനെല്ലാം ഞങ്ങൾ പോകുന്നത് ഈ കുഞ്ഞുങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നന്നായിട്ട് സംബന്ധിക്കുകയും അവരുടെ ഉള്ളിൽ ഇത് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിട്ട് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിപ്പാനും കർത്താവ് കൃപ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങളെടുത്ത പുസ്തകം അവരും എടുക്കുന്നു. ഞങ്ങളെ ഉയർത്തുന്ന കർത്താവിനെ അവർക്കും ഉയർത്തുവാൻ കഴിയുന്നു. ഞങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കർത്താവിൻ്റെ വേല അവർക്കും ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളുടെ മൂത്ത മകനാണെങ്കിലും തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം വളരെ വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ സന്നിധി ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒത്തിരി ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ആവശ്യങ്ങളിലൊന്നും ഞങ്ങളെ ഒരു മനുഷ്യരുടെ അടുക്കലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ ഞങ്ങൾ പോയി ആവശ്യപ്പെടാനായിട്ടിടയായി തീർന്നിട്ടില്ല. അവിടെയെല്ലാം ഞങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ കർത്താവിൻ്റെ സന്നിധി മുട്ടുകൂട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും കർത്താവ് ഏതെങ്കിലുമൊക്കെ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന് അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തുവാൻ ഇടയായി. അപ്പം ഞങ്ങളുടെ സുവിശേഷ വേലയുടെ ഭാഗമെന്ന് പറഞ്ഞാൽ ഇതുപോലെ അത്ഭുതങ്ങളാലാണ് കർത്താവ് ഞങ്ങളെ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരിടത്തും കർത്താവ് ലജ്ജിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് സഭാശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു.
കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ മാറി മാറിപ്പോയി കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് പാഴ്സനേജുകളിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഒത്തിരി കണ്ണുനീരും ഒത്തിരി ഞെരുക്കങ്ങളും ഒത്തിരി പ്രയാസങ്ങളും എതിർപ്പുകളും ഒറ്റപ്പെടുത്തലുകളും നിന്ദകളും പരിഹാസങ്ങളും സുവിശേഷം നിമിത്തമുള്ളതായിട്ടുള്ള കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ സർവശക്തനായിരിക്കുന്ന ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ഇന്ന് വരെ കർത്താവ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൊതു ശുശ്രൂഷയിൽ ആകുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോഴും അനേകയിടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാനസികമായിട്ടുള്ള ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോടല്ലാതെ വേറെ ആരോടും പറയാനായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഷർട്ട് തയ്പ്പിച്ചാൽ മകൻ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ പുള്ളി അതിട്ടുകൊണ്ട് പോകും. ഞാനിടാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടത്തില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ഉന്നതന്മാരായിരിക്കുന്ന ആളുകളുടെ മക്കളൊക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുമൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ആവശ്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം വളരെ സന്തോഷകരമായിരുന്നു. കാരണം ഈ പിള്ളേരുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ എവിടുന്ന് പൈസ കിട്ടാനാണ്? മറ്റുള്ള ഏതെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മളെ സുവിശേഷ വേലയിലായതുകൊണ്ട് എൻ്റെ ഒറ്റ പേഴ്സല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പേഴ്സ് എടുക്കും. പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനെടുക്കും. എടുത്തിട്ട് അവർ പറയും മക്കളാണോ അവകാശികളാണ് എന്ന് അവരുടെ ലോജിക്ക് അതായിരുന്നു, മക്കളാണെങ്കിൽ അവകാശികളാണ്. അപ്പം അങ്ങനെ അവർ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഈ ദേവദാസന്മാരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പല സ്ഥലങ്ങളിൽ, പല സ്കൂളുകളിൽ, പല ഫെയ്ത്ത് ഹോമിലൊക്കെ വളരുന്നു അല്ലേ? ഒത്തിരി അവരൊക്കെ ഉള്ള ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഒക്കെ ഒത്തിരി അധികമായിട്ടുള്ള സ്ട്രഗിൾസാണ്. അതെ, ഫസ്റ്റൊക്കെ ജീവിതാനുഭവങ്ങൾ പറയാം, വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം. നമുക്ക് അമ്മാമ്മ ഇനിയും എനിക്കറിയാം കുറേ സാക്ഷ്യങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ച കുറേ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മക്കളെ ഈ പ്രയാസങ്ങൾ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഈ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് അകത്ത് കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് കൊടുക്കാൻ പറയും. വാസ്തവത്തിൽ നമുക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരിക്കലും ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മനസ്സറിഞ്ഞുണ്ടെങ്കിൽ അന്നേരെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടാൻ കഴിയുന്നതും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാഴ്സനേജുകളിലൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹിതർ വരും. അവരെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ സമയത്തിൻ്റെ അനുസരിച്ച് അത് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ചിക്കുവിൻ്റെ കൂട്ടുകാരാണ്. അപ്പം SB കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഇവരായിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അവർ വളരെ ദൂരത്ത് ഉള്ളവർ മാതാപിതാക്കളുടെ ഭക്ഷണം കഴിക്കാതെ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാതെ, ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ഹോമിലി ഫുഡ് കിട്ടുന്ന വലിയ സന്തോഷമാണ്. അതുകൊണ്ട് അവരെത്ര പേരുണ്ടെങ്കിലും നമുക്ക് ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും മോൻ്റെ സ്നേഹിതർ വരുമ്പോഴത്തേക്ക് ഇതൊന്നും കാണിക്കത്തില്ല. ഇതൊന്നും കാണിക്കാതെ എത്ര പേര് വന്നാലും അവർക്ക് ആഹാരം ഉണ്ടാക്കി തൃപ്തികരമായി കൊടുത്തേ അവരെ അയക്കത്തുള്ളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു അഴുക്ക് കൂട്ടുകെട്ടുകളും അവർക്കുണ്ടായിട്ടില്ല. എല്ലാം നല്ല സംസ്കാരമുള്ള, നല്ല ആത്മീയ പൈതൃകമുള്ള ആളുകളുമൊക്കെ ആയിട്ട്, നല്ല ജ്ഞാനമുള്ള, ലോകത്തിൽ അറിയപ്പെടുന്ന ആളുകളുമൊക്കെ ആയിട്ടായിരുന്നു ഇവരുടെ സ്നേഹബന്ധം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ഒത്തിരി സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. വിശേഷിച്ച് പല അധ്യാപകർക്കും ഇന്നും ആ സ്നേഹം നിലനിർത്തുന്നുണ്ട്.
ഇവർ പഠിച്ച സ്കൂളുകളിലെ ആണെങ്കിലും കോളേജിലെ ആണെങ്കിലും അധ്യാപകർ മോൻ മരിച്ചു പോയെങ്കിലും അവനുള്ളതായിരിക്കുന്ന ആ സ്നേഹവും താല്പര്യവും ഇന്നും ഞങ്ങളുമായിട്ട് ആ ബന്ധം പുലർത്തിപ്പോരുന്ന പല അധ്യാപകരുമുണ്ട്. വിളിക്കുകയും ഇടയ്ക്ക് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും വളരെ ബഹുമാനവും സന്തോഷമുണ്ട്. ഞങ്ങളും ചിലപ്പോൾ അവരെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. തന്നെയല്ല, ആത്മീക ലോകത്തും ലോകത്തിൽ എവിടെ ചെന്നാലും ചിക്കു കുര്യാക്കോസിൻ്റെ പാട്ട് കേട്ട് വചനങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് വിടുതൽ പ്രാപിച്ച് അനേകർ വന്ന് പരിചയപ്പെടുകയും അല്ലേ? ഉണ്ട്. അത് ചിക്കുവിൻ്റെ മരണത്തിന് ശേഷം യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിക്കുവിൻ്റെ സാക്ഷ്യം കേട്ടാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത്. അപ്പോൾ മരണത്തിന് കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും അനേക യൗവനക്കാർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും വിശ്വാസത്തിലേക്ക് വരാനും ഇടയായി തീർന്ന അനുഭവം വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും. അവരെയൊക്കെ കാണുമ്പം വളരെ സന്തോഷമുണ്ട്. ദൈവം ഏൽപ്പിച്ചൊരു വേല തികച്ചു. ഞാൻ ചിക്കുവിൻ്റെ മരണം കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഹിസ്കിയ രാജാവിനെയാണ്. ഹിസ്കിയ രാജാവിന് ദൈവം ആയുസ് നീട്ടിക്കൊടുത്തത്. അപ്പോൾ ദൈവം തരുന്ന സൗഖ്യങ്ങളും വിടുതലുകളും ദൈവം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഭൂമിയിൽ തികയ്ക്കേണ്ട ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആയുസ് നീട്ടിക്കൊടുക്കുന്ന അനുഭവമാണ്. ഹിസ്കിയാവിനോട് കൃത്യമായിട്ട് പറഞ്ഞു, ഇത്ര വർഷം ആയുസ് നീട്ടിത്തിരിക്കുകയാണ്. അപ്പം ചിക്കുവിൻ്റെ അനുഭവം അതെ അല്ലേ? കുറെ വർഷങ്ങൾ ദൈവം ആയുസ് 8 വർഷം വിശ്രമമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെയായിരുന്നു. ചിക്കുവിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അദ്ദേഹത്തിന് എവിടെയെങ്കിലുമൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന നന്മ ഒരിക്കലും സ്വന്തം സമ്പാദ്യമായിട്ടൊന്നും കരുതിയിട്ടില്ല. അത് കർത്താവിൻ്റെ വേലയ്ക്ക്. ഞാൻ ഏതെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വിതയ്ക്കാനുള്ള സമയമാണ് എന്നായിരുന്നു പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് വിതയ്ക്കുന്നത് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ വേദനയിലും ഭാരത്തിലും ഒക്കെ ഇരിക്കുന്നവർ ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് താൻ മനസ്സ് തുറന്ന് കയ്യിലുള്ളതിനനുസരിച്ച് അവർക്ക് കൊടുക്കുകയും അതൊക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഞങ്ങൾ വാസ്തവമായിട്ട് അറിയുന്നത്. അതിനു മുമ്പേ വാസ്തവത്തിൽ ഒരു കാര്യം പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യവും മരണത്തിന് ശേഷം അനേകരും ഞങ്ങളോട് വ്യക്തിപരമായി പറയുമ്പോഴാണ് ഈ നിലകളിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവം ആയിരുന്നു. അതുകൊണ്ട് ഒരു നമുക്ക് വ്യസനം വരത്തക്ക രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാനുമുള്ള ഒരനുഭവമാണ്. അത് മറ്റു കുഞ്ഞുങ്ങളാണെങ്കിലും രണ്ടാമത്തെ മോളാണ്. മോൾക്ക് അവിടെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് തിയോളജി പഠിക്കാൻ അമേരിക്കയിലൊരു അവസരം ലഭിച്ചു. അങ്ങനെയാണ് സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പോയി പഠിക്കാൻ കർത്താവ് സഹായിച്ചത്. അവിടെ കാര്യവും ഒത്തിരി പറയാനായിട്ടുണ്ട്. പക്ഷെ അവർ മറ്റു പലതിലും അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മോടെ സാക്ഷ്യമുണ്ട് നമ്മുടെ ചാനലിലുണ്ട്. എനിക്കൊന്ന് രൂഫോസും വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക്. അവർ രണ്ടുപേരും വന്ന് സാക്ഷ്യം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എലിസബത്തിനെ ഒരു പ്രാവശ്യം ഇവാടെ സെഷനിലേക്ക് 1-2 പ്രാവശ്യം വിളിച്ചു. ആ സമയത്ത് എനിക്കൊന്ന് കുറേ തിരക്കും ക്യാരി ചെയ്യുന്ന സമയമൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഡോണായുമായിട്ടാണ് സംസാരിച്ചത്. എനിക്കൊന്ന് ഇംഗ്ലീഷ് ടെസ്റ്റിമോണി സെഷന് വേണ്ടിയായിരുന്നെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് സെഷന് വേണ്ടിയായിരുന്നെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമുക്കൊന്ന് സാക്ഷ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അമ്മാമ്മയിൽ നിന്ന് കേൾക്കണം. അപ്പോൾ ഈ ഒരു സെഷൻ നമുക്ക് ഈ ഒരു പാട്ട് പാസ്റ്ററുടെ സാക്ഷ്യങ്ങളുടെ ഭാഗം നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പ്രഷർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നിർത്തിയിട്ട് അടുത്ത ദിവസത്തെ സെഷനിൽ അമ്മാമ്മയുടെ ഭാഗം നമുക്ക് കണ്ടിന്യൂ നമുക്ക് കേൾക്കാം. പാസ്റ്റർ തന്നെ നമ്മുടെ പ്രഷർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ ആസാദി TV ചാനലിൽ കൂടെ കർത്താവെ സുവിശേഷം കേൾക്കുന്ന അനുഭവങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന സർവശക്തനായിരിക്കുന്ന ദൈവമേ, ഈ പ്രേക്ഷകരുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായിരിക്കുന്ന സ്നേഹം ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ദൈവവചനത്തിലൂടെ കയറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിശ്വാസത്തിൻ്റെ വർധനവിനായി ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നതിന് ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിത്തീരുന്നതിന്
ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിലയേറിയ ദാസനായി സ്തോത്രം ചെയ്യുന്നു. തന്നിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന ഈ വലിയ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. കുടുംബമായി കർത്താവ് മാനിക്കണമേ. ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇതിൻ്റെ പ്രേക്ഷകരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രേക്ഷകരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ, ഇത് ഒരു വലിയ വിജയത്തിനായി തീരുവാൻ, വലിയ അനുഗ്രഹത്തിനായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് സ്തോത്രം. നല്ലൊരു സെക്ഷനായിരുന്നു പാസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രേക്ഷകരോടുള്ള നന്ദി പറയാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.